തിരഞ്ഞെടുക്കുന്ന മേഖല ഏതാണെങ്കിലും ആ മേഖല നിങ്ങൾക്ക് ഇഷ്ടപ്പെടണം. നമ്മൾ അവർക്ക് കൊടുക്കുന്ന ഒരു സ്നേഹമുണ്ട്, തിരികെ കൊടുക്കുന്നൊരു ജീവിതമുണ്ട്. ആ ജീവിതം തിരികെ കൊടുക്കുക എന്നുള്ളതിനാണ് നമുക്ക് ഏറ്റവും സന്തോഷകരമായ മുഹൂർത്തങ്ങൾ എന്ന് പറയും. ഒരു രണ്ടാം ജന്മമുണ്ടെങ്കിൽ എന്താകാനാണ് ആഗ്രഹിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് ഉറക്കത്തിലും ഞാൻ ഉത്തരം പറയും. നിങ്ങൾ ഒരു തീരുമാനമെടുക്കുമ്പോൾ ഡോക്ടറാവാനാണ് വരുന്നതെങ്കിൽ നിങ്ങൾ 3 ചോദ്യം 3 ഉത്തരവ് നിങ്ങളുടെ മുമ്പിൽ വരണം. നമ്മൾ ആരുടെയൊക്കെ സ്വത്താണെന്ന് നമുക്ക് തോന്നുകയും പലർക്കും ഞാൻ അവരുടെ സ്വത്താണെന്ന് തോന്നുകയൊക്കെ ചെയ്യുന്ന പല മുഹൂർത്തങ്ങളും നമ്മുടെ മുമ്പിലുണ്ടാകും. എന്നാണ് ഡോക്ടർ ഗംഗാധരനായിട്ട് മാറണമെന്ന് ആഗ്രഹിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം വളരെ എളുപ്പമാണ്. ഡോക്ടർമാരെ ഉപദ്രവിക്കുന്നു, ആശുപത്രികളെ തല്ലി തകർക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ ഈ മേഖല തിരഞ്ഞെടുക്കണമെന്നൊന്ന് സംശയിക്കുന്ന ധാരാളം മാതാപിതാക്കളുണ്ടാവും. ഒരു ഡോക്ടറുടെ ഏറ്റവും വലിയ അച്ചീവ്മെൻറ്റ് അല്ലെങ്കിൽ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് ഈസ് യുവർ ടച്ച്. നമ്മൾ ആവശ്യപ്പെടാതെ നമ്മുടെ വീട്ടിൽ സംസം വെള്ളവും ശബരിമലയിലെ പ്രസാദവും വെള്ളക്കണ്ണിമാത രൂപവും കൊണ്ടുതരാൻ എന്ന ആൾക്കാരുണ്ടാകുമോ അന്ന് യു ആർ എ സക്സസ്ഫുൾ മാൻ. തിരിഞ്ഞു നോക്കുമ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് ഒരു 10ാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്ന സമയത്ത് ഇങ്ങനെ ഒരു വേദിയോ അല്ലെങ്കിൽ ഇങ്ങനെ നിങ്ങളെ നയിക്കാനുള്ള ആൾക്കാരൊന്നും ഞങ്ങളുടെ മുമ്പിൽ ഉണ്ടായിരുന്നില്ല. അതിന് 2 വശങ്ങളുണ്ട്. ഒരു വശമെന്ന് പറഞ്ഞാൽ ഞങ്ങളൊക്കെ സുഖമായിട്ട് കുട്ടിക്കാലം ചിലവാക്കാൻ സാധിച്ചു. 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ 5ാം ക്ലാസ്, 5 6 കഴിയുമ്പോൾ 7, അങ്ങനെയുള്ളതിനപ്പുറം ചിന്തിക്കാനോ അല്ലെങ്കിൽ അതിനു വേണ്ടി മെനക്കെടാനുള്ള ഒരു ആവേശവും ഇല്ലായിരുന്നു. പലപ്പോഴും അതിൻ്റെ ആവശ്യം തോന്നാറുമില്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങളൊക്കെ നല്ലപോലെ കുട്ടിക്കാലം സന്തോഷിച്ച് ആഘോഷിച്ച് മുന്നോട്ട് പോയ ആൾക്കാരാണ്. പലപ്പോഴും തിരിഞ്ഞ് ചോദിക്കാറുണ്ട്, ഞാൻ തന്നെ എന്നോട് ചോദിക്കാറുണ്ട്, അതായത് എന്നാണ് ഡോക്ടർ ഗംഗാധരനായിട്ട് മാറണമെന്ന് ആഗ്രഹിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം വളരെ എളുപ്പമാണ്. ഞാൻ ഇന്നും ആലോചിച്ചിട്ടില്ല. എൻ്റെ മുന്നിൽ അങ്ങനെ ഒരു ചിന്ത ഇന്നുമില്ല. അതിൻ്റെ കാരണം അന്ന് നിങ്ങൾ ഇന്ന് ചിന്തിക്കുന്ന പോലെ ചിന്തിക്കാനുള്ള അല്ലെങ്കിൽ അതിനു വേണ്ടി മുന്നോട്ട് പോകാനുള്ള അവസരങ്ങൾ നമ്മുടെ മുമ്പിൽ ഇല്ലായിരുന്നു. അതുകൊണ്ട് കുട്ടിക്കാലത്തെ എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഡോക്ടറല്ലായിരുന്നു. 2 കാരണമുണ്ട്. ഒന്ന്, എനിക്ക് ഏറ്റവും ദേഷ്യമുള്ള സബ്ജക്റ്റ് ബയോളജി ആയിരുന്നു. ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് കണക്കുമായിരുന്നു. അതുപോലെ ആകണമെന്ന് അന്ന് ചോദിക്കുമ്പോഴൊക്കെ നമ്മുടെ മനസ്സിലും നമ്മൾ സ്വപ്നം കണ്ടുകൊണ്ടിരുന്നതൊക്കെ ഇന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങളൊക്കെ പലരും ചിരിക്കും. അന്നത്തെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ അന്ന് തീവണ്ടിയിലൊരു ഗാർഡാവണമെന്നായിരുന്നു. ഇങ്ങനെ പാഞ്ഞു പോകുന്ന തീവണ്ടിയും അതിലെ അവസാനത്തെ മുറിയിൽ പച്ചക്കൊടി വീശി സ്ഥലം കണ്ടുകൊണ്ട് മുന്നോട്ട് പോകാം എന്നുള്ളൊരു ചിന്തയായിരുന്നു അന്ന് ഇവിടെയൊക്കെ മനസ്സിലാക്കൊണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് പോലെ എൻട്രൻസ് ഒന്നുമില്ല. നമ്മുടെ പരീക്ഷയുടെ മാർക്ക് വെച്ചുകൊണ്ടാണ് നമുക്കൊക്കെ സെലക്ഷൻ തന്നിരിക്കുന്നത്. അപ്പം അങ്ങനെ പോകുന്ന സമയത്ത് സെലക്ഷൻ കിട്ടിയ സമയത്തും ചേരണോ വേണ്ടയോ എന്നുള്ള സംശയം നല്ലപോലെ ഉണ്ടായിരുന്നു. എന്തായാലും ചേർന്നു. MBBS പഠനം കഴിഞ്ഞ് പുറത്തിറങ്ങി. പിന്നീടുള്ളതൊക്കെ അതിൻ്റെ തുടർ വിശേഷം എന്ന് വേണം പറഞ്ഞു വിശേഷിപ്പിക്കാം. എന്നോട് ഒരാൾ ചോദിക്കുകയാണ്, ഒരു 2ാം ജന്മമുണ്ടെങ്കിൽ എന്താകാനാണ് ആഗ്രഹിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് ഉറക്കത്തിലും ഞാൻ ഉത്തരം പറയും, എനിക്കൊരു ഡോക്ടറായാൽ മതി. കുറച്ചും കൂടെ അവസരം തരികയാണെങ്കിൽ ഞാൻ പറയും ഒരു ക്യാൻസർ ചികിത്സാ വിദഗ്ധനായാൽ മതി. അതിൻ്റെ കാരണം കഴിഞ്ഞ 30-35 വർഷം കൊണ്ട് എനിക്കുണ്ടായ അനുഭവങ്ങളും എന്നെ ഞാനാക്കി മാറ്റിയ ധാരാളം സന്ദർഭങ്ങളും അതിന് പ്രയോജനമായ കുറേ ആൾക്കാരും. അങ്ങനെ ആലോചിക്കുമ്പോൾ മനസ്സിൽ തേട്ടി വരുന്ന ധാരാളം സന്ദർഭങ്ങളുണ്ട്. അത് തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളോട് 2 വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരുണ്ട്. ഒന്ന് കുട്ടികളാണ്, മറ്റേത് മാതാപിതാക്കളാണ്. നിങ്ങൾ ഒരു തീരുമാനമെടുക്കുമ്പോൾ ഡോക്ടറാവാനാണ് വരുന്നതെങ്കിൽ നിങ്ങൾ 3 ചോദ്യം 3 ഉത്തരവ് നിങ്ങളുടെ മുമ്പിൽ വരണം. ഒന്നാമത്തെ ചോദ്യം വൈ ടു ബി എ ഡോക്ടർ എന്നാണ്, എന്തിനാണ് ഡോക്ടറാവുന്നതാണ്. 2ാമത്തെ ചോദ്യം ഹൗ ടു ബി എ ഡോക്ടറാണ്, എങ്ങനെ ഡോക്ടറാണ്. 3ാമത്തെ കാര്യം വാട്ട് ഓൾ യു ക്യാൻ ഡു ഇൻ ദിസ് പ്രൊഫഷൻ എന്നുള്ളതാണ്. അപ്പോൾ ഈ 3 ചോദ്യത്തിന് ഉത്തരമായിരിക്കണം നിങ്ങളുടെ മനസ്സിൽ വരുന്നത്. വൈ ടു ബി എ ഡോക്ടർ എന്ന ഉത്തരം എന്താ വെച്ചാൽ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്ന വളരെ 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 ഞാൻ പറയേണ്ട വിശുദ്ധമായ ഒരു മേഖല എന്ന് വേണേൽ പറയാം. അത് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന ജീവിത സൗകര്യങ്ങളോ അല്ലെങ്കിൽ കുറച്ചും കൂടെ പച്ചയായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലഭിക്കാൻ പോകുന്ന പൈസയോ അല്ല. ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്ക് സുഖമായി ജീവിക്കാൻ, അതായത് സുഖം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ ആഡംബരമായിട്ട് ജീവിക്കാനാണ് വേണ്ടെങ്കിൽ, കുറേ കാറുകളും കുറേ വീടുകളും കയ്യിൽ കുറേ പൈസയുമായിട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഒരു ഡോക്ടർ ആവരുത്. നിങ്ങൾക്ക് പറ്റിയ പ്രൊഫഷൻ അല്ലാതെ നിങ്ങൾ
ഈ അടുത്ത 5 വർഷം അല്ലെങ്കിൽ അടുത്ത 10 വർഷം നിങ്ങൾ ചിലവാക്കാൻ പോകുന്ന സമയവും അതിനു വേണ്ടി മെനക്കെടുന്നതുമൊക്കെ അതിൻ്റെ ഒരു 10% മതി മറ്റൊരു മേഖലയിൽ നിങ്ങൾ കടന്ന് ചെല്ലുമ്പോൾ നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാനും അല്ലെങ്കിൽ ആഡംബര ജീവിതം നയിക്കാനും ഒക്കെയുള്ള സാധ്യത ഉണ്ടാക്കാനായിട്ട്. അതുകൊണ്ട് അതാണ് മനസ്സിലെങ്കിൽ ഇപ്പോഴേ ഒരു തീരുമാനം എടുക്കുക, ഡോക്ടർ ആവരുത്. പക്ഷേ എന്തിനാണ് ഡോക്ടർ ആവുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വേറൊരു വശമുണ്ട്. നമ്മളെ സ്നേഹിക്കാൻ ധാരാളം ആൾക്കാരും നമുക്ക് സ്നേഹിക്കാൻ ധാരാളം ആൾക്കാരും നമ്മൾ ആരുടെയൊക്കെ സ്വത്താണെന്ന് നമുക്ക് തോന്നുകയും പലർക്കും ഞാൻ അവരുടെ സ്വത്താണെന്ന് തോന്നുകയൊക്കെ ചെയ്യുന്ന പല മുഹൂർത്തങ്ങളും നമ്മുടെ മുമ്പിലുണ്ടാകും. ആ മുഹൂർത്തങ്ങൾ നിങ്ങൾക്ക് ഒരുപക്ഷെ മറ്റു മേഖലയിൽ കിട്ടിയെന്ന് വരില്ല. അപ്പം അതുകൊണ്ട് അതായിരിക്കണം നമ്മുടെ മനസ്സിൽ. അത് എങ്ങനെ സാധിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മുമ്പിൽ വരുന്ന ഓരോ വ്യക്തിയും നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറുകയാണ്. അത് കൊച്ചു കുട്ടികളാവും, പ്രായമായവരാവും, ഏത് പ്രായത്തിൽ വേണമെങ്കിലും ആകാം. പക്ഷെ അത് തിരികെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് തോന്നും ഇത്രയും നല്ലൊരു പ്രൊഫഷൻ വേറെ ഒന്നും ഇല്ല എന്ന് തോന്നും. അപ്പോൾ അതുകൊണ്ട് നിങ്ങളൊക്കെ ഡോക്ടർ ആകണമെന്ന് ആഗ്രഹിക്കുന്നവരോട് ഞാൻ പ്രത്യേകം പറയാണ്, തിരഞ്ഞെടുക്കാൻ പറ്റിയൊരു മേഖല തന്നെയാണ്. ധാരാളം അനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ സാധിക്കും നമുക്ക്. നമ്മൾ ഈ മേഖലയിൽ കടന്നു പോകുമ്പോൾ അത് എവിടെ തുടങ്ങണം എവിടെ അവസാനിക്കുന്നത് മാത്രമേ നമുക്ക് സംശയം തോന്നുകയുള്ളൂ. ഇന്ന് ഞാൻ പറയും, ഞാൻ കഴിഞ്ഞ 35 വർഷം കൊണ്ട് എനിക്ക് കിട്ടിയത് കുറേ കൊച്ചു നല്ല മക്കളെയും കുറേ അമ്മമാരെയും കുറേ സഹോദരന്മാരെ സരിമാക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് കിട്ടുകയാണ്. അതിന് കാരണമെന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്ത് വരുന്ന ഓരോ രോഗിയും അവർ വേദനയോടുകൂടെ വരുന്ന ആൾക്കാരാണ്. അത് ശാരീരികമാകാം, കൂടെ തന്നെ മാനസികമാകാം. അത് രോഗി മാത്രമല്ല, രോഗിയുടെ കുടുംബവും. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ അവർക്ക് കൊടുക്കുന്ന ഒരു സ്നേഹമുണ്ട്, സന്തോഷമുണ്ട്, തിരികെ കൊടുക്കുന്നൊരു ജീവിതമുണ്ട്. ആ ജീവിതം തിരികെ കൊടുക്കുക എന്നുള്ളതിനാണ് നമുക്ക് ഏറ്റവും സന്തോഷകരമായ മുഹൂർത്തങ്ങൾ എന്ന് പറയും. അവിടെ നമ്മൾ പണ്ട് ചികിത്സിച്ചിരുന്ന ഒരു കുട്ടി ഇന്നിതുപോലെ ഒരു വേദിയിലിരിക്കുന്നപ്പോൾ ഞാൻ ഇന്നലെ മിനിഞ്ഞാന്നൊരു അനുഭവം ഉണ്ടായി. ഇന്നലെ അനുഭവം ഉണ്ടായി. ഞാനിന്നലെ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് അമല മെഡിക്കൽ കോളേജിലെ അവരുടെ മെഡിക്കൽ എക്സിബിഷൻ ഉദ്ഘാടനം ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഉദ്ഘാടനം കഴിഞ്ഞ് സ്റ്റേജിൽ നിന്ന് താഴെ ഇറങ്ങിയോണ്ട് ഒരു കൊച്ചു മോൾ ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, സാർ എന്നെ ഓർക്കുണ്ടോ എന്ന് ചോദിച്ചു. പെട്ടെന്ന് എനിക്ക് മനസ്സിലായില്ല. എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ 4 വയസ്സായിരുന്നപ്പം ഡോക്ടറുടെ ചികിത്സയ്ക്ക് വന്നതാണ്. ചികിത്സ കഴിഞ്ഞു. ഞാൻ ഇന്ന് ജൂബിലി മെഡിക്കൽ കോളേജിലെ MBBSന് പഠിക്കുകയെന്ന് പറഞ്ഞു. അപ്പം ഞാൻ വരുന്നുണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് ജൂബിലിയിൽ നിന്നും അമലയിലേക്ക് കാണാൻ വരികയാണ്. അങ്ങനത്തെ സന്ദർഭങ്ങൾ ധാരാളം മതി. നോക്കിയാൽ ഞാൻ പറയും, ഒരു ജീവൻ നമുക്ക് രക്ഷപ്പെടുത്താൻ സാധിക്കുകയാണെങ്കിൽ നമുക്ക് തോന്നും യുവർ ലൈഫ് ഈസ് കംപ്ലീറ്റ്. അതായത് നമ്മൾ ഈ കഴിഞ്ഞ 35 വർഷം ചെയ്ത പ്രയത്നവും നമ്മൾ പഠിച്ച കുറേ കാര്യങ്ങളും നമുക്ക് ചിലവിട്ട സ്ഥലങ്ങളൊക്കെ നമുക്ക് തിരികെ കിട്ടുന്നൊരു ജീവിതത്തിന് അർത്ഥമുണ്ടെന്ന് തോന്നുകയാണ്. ആ അർത്ഥമുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കി തരാൻ പറ്റിയൊരു മേഖല തന്നെയാണ് നമ്മൾ ആരോഗ്യ സംബന്ധമായ മേഖല. അതിലൊരു ഡോക്ടറുടെ പങ്കും ആണ്. അപ്പോൾ അതുകൊണ്ട് ആ സന്ദർഭങ്ങളാണ് നമ്മളെ ഒരുപക്ഷെ മനുഷ്യരാക്കുന്നതും നമ്മളെ മുന്നോട്ട് നയിക്കുന്നതും. പിന്നെ ഈ മേഖലയിൽ കടന്നു വരുന്നവർ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ചിലപ്പോഴൊക്കെ തോന്നും, അതായത് ഈ 5 വർഷം കഴിഞ്ഞു അല്ലെങ്കിൽ 8 വർഷം കഴിഞ്ഞു 10 വർഷം കഴിഞ്ഞിട്ടും ഞാൻ ഒരിടത്തും എത്തിയില്ല, എനിക്ക് ഒരിടത്ത് എത്താൻ സാധിച്ചില്ല. പലപ്പോഴും സങ്കടം തോന്നുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ, ഒരു ഡോക്ടർ എന്നും പഠിച്ചുകൊണ്ടിരിക്കുകയെന്ന്. അതായത് നിങ്ങൾ MBBS നിങ്ങളിപ്പോഴൊരു എൻട്രൻസ് പരീക്ഷ എഴുതാൻ പഠിക്കുന്ന പോലെ നിങ്ങൾ അടുത്ത സ്റ്റേജിൽ വരുമ്പോൾ നിങ്ങൾ മറ്റൊരു പോസ്റ്റ് ഗ്രാജുവേഷന് വേണ്ടിയായിരിക്കും. അതുകൊണ്ട് തന്നെ പഠനം തുടരുന്നൊരു മേഖല തന്നെയാണത്. അതായത് ഒരിക്കലും അവസാനിക്കാത്ത പഠനം. പക്ഷേ ആ പഠനമൊക്കെ നമ്മളെ മുന്നോട്ട് നയിക്കുമ്പോഴൊക്കെ മനുഷ്യർ സന്തോഷം തോന്നും. കാരണം പുതിയ സന്ദർഭങ്ങൾ ഉണ്ടാകുന്നു, പുതിയ പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിക്കാൻ സാധിക്കും. ഇതൊക്കെ നമ്മുടെ മനസ്സിൽ കൂടെ പോകുന്നതാണ്. അതൊരു മറ്റൊരു വശം കൂടി ഉണ്ട് അതിൻ്റെ. അതായത് എല്ലാ മേഖലകളിലും ഒരു സമയം കഴിയുമ്പം അവർ പറയും, ഞങ്ങളുടെ പ്രൊഫഷൻ നമുക്ക് ബോറടിച്ച് തുടങ്ങിയെന്ന് പറയും. അപ്പോൾ ഇതുപോലൊരു വേദിയിൽ എനിക്ക് എന്നോട് ചോദിച്ചൊരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഡോക്ടർമാരെ എപ്പോഴേ അവരുടെ പ്രൊഫഷണൽ കത്തിത്തീരുന്നുള്ളതാണ്. അതായത് പ്രൊഫഷൻ മടുത്തു, പ്രൊഫഷൻ വേണ്ട, നമുക്ക് തിരിഞ്ഞു പോകാമെന്ന് ആലോചിക്കുന്ന ഏതെങ്കിലും നിമിഷങ്ങൾ ഞാൻ വീണ്ടും പറയാൻ സാധിക്കും, അങ്ങനെ ഒരു ദിവസം നമുക്ക് തോന്നാറില്ല. ബിക്കോസ് നമ്മളൊരിക്കലും കത്തിത്തീരുന്നില്ല. നമുക്ക് ഓരോ ദിവസവും പുതിയ ജീവിതങ്ങൾ പോലെയാണ്. അതിൻ്റെ കാരണം മുഴുവൻ നമ്മുടെ മുമ്പിൽ വരുന്ന രോഗികളാണ്. ഓരോ രോഗി കടന്നു വരുമ്പോഴും അത് ഓരോ രോഗിയുടെ ജീവിതമാണ്. അപ്പോൾ ആ ജീവിതമാണ് നമ്മളെ വീണ്ടും പഠിപ്പിക്കുന്നത്. നമ്മളെ പഠിക്കാൻ പ്രേരിപ്പിക്കുന്നതും നമ്മളെ മുന്നോട്ട് പോകാൻ പ്രേരിപ്പിക്കുന്നതുമൊക്കെ നമ്മുടെ മുമ്പിൽ വരുന്ന
രോഗികളാണ്. അതിന് പ്രചോദനം എന്ന് പറഞ്ഞാൽ പലപ്പോഴും ഉണ്ടാകുന്നത്, ഉദാഹരണം പറഞ്ഞുതരാം. നമ്മളിപ്പോൾ മൂപ്പിലിരിക്കുകയാണ്, ആ ഒരു 60-70 പേഷ്യൻറ്റിനെ കണ്ടു കഴിഞ്ഞാലും നമുക്ക് ഒരിക്കലും മടുപ്പ് തോന്നില്ല. ഇപ്പം നമ്മുടെ മുമ്പിലിരിക്കുന്ന രോഗി വന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ ആ സംസാരം നമുക്ക് സ്വീകരിക്കാനും അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഏറ്റുവാങ്ങാനും ഒക്കെ സാധിക്കുമ്പോൾ നമ്മൾ ആ ബോറടി എന്ന് പറയുന്ന സാധനം നമുക്ക് മെഡിക്കൽ പ്രൊഫഷനിൽ ഉണ്ടാകുന്നില്ല. അപ്പോൾ ഞാനിതുപോലെ ഒരു വേദിയിൽ, അത് ഡോക്ടർമാരും എഞ്ചിനീയർമാരും ഒക്കെ ഉള്ളൊരു വേദിയിലാണ്. ഞാൻ പറഞ്ഞു, എഞ്ചിനീയർമാർക്ക് ഒരു പക്ഷേ ഒരു 4 കൊല്ലം 5 വർഷം കഴിയുമ്പോഴും ഒരു 5 അക്കം 6 അക്കം സംഖ്യ മാസം വരുമാനമുള്ള സമയത്ത് ഡോക്ടർ അന്നും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഒരു 35-40 വയസ്സാകുമ്പോഴത്തേക്കും എഞ്ചിനീയർ പറയും, ഞാൻ മടുത്തു, ഞാൻ റിട്ടയർ ചെയ്യാണ്. ഡോക്ടർ പറയുന്നു, ഞാൻ വീണ്ടും തുടരുകയാണ്. അപ്പോൾ അതിൻ്റെ കാരണം ചോദിക്കുമ്പോൾ ആ ഒരു കുട്ടി എഴുന്നേറ്റ് എന്ന് പറഞ്ഞു, അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഡോക്ടർമാർ നിങ്ങൾ സംസാരിക്കുന്നതും നിങ്ങൾ ഇടപഴകുന്നതും ജീവിതങ്ങളുമായിട്ടാണ്. ഞങ്ങൾ എഞ്ചിനീയർമാർ ഞങ്ങൾ ഇടപഴകുന്നത് മെഷീനുകളുമായിട്ടാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ബോറടിക്കും പലപ്പോഴും എന്ന് പറഞ്ഞു. ഇതാണ് സത്യം. അപ്പോൾ നമുക്ക് നമ്മുടെ മേഖല തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾക്ക് എഞ്ചിനീയറാകാം, നിങ്ങൾക്ക് ഡോക്ടറാകാം, എല്ലാ പ്രൊഫഷനും. കാരണം നമുക്ക് ഇന്ന് പഴയ പോലെയല്ല. നിങ്ങൾക്ക് വലിയൊരു ക്യാൻവസ് ഉണ്ട്. ആ ക്യാൻവസിൽ നിങ്ങൾക്ക് എങ്ങോട്ട് വേണമെങ്കിലും തിരികെയും മറിയൊക്കെ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഉദാഹരണം, ഡോക്ടറായി കഴിഞ്ഞാൽ നിങ്ങൾ ഡോക്ടറായിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്യണമെന്നല്ല, നിങ്ങൾ ക്ലിനീഷ്യനായിട്ട് തന്നെ നിൽക്കണമെന്നല്ല. നിങ്ങൾക്ക് കടന്നു പോകാൻ ധാരാളം മേഖലകളുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു റിസർച്ച് മേഖലയിലേക്ക് കടന്നു പോകാം, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു അഡ്മിനിസ്ട്രേറ്ററിൻ്റെ മേഖലയിലേക്ക് കടന്നു പോകാം. തിരഞ്ഞെടുക്കുന്ന മേഖല ഏതാണെങ്കിലും ആ മേഖല നിങ്ങൾക്ക് ഇഷ്ടപ്പെടണം. അപ്പോൾ ഞാൻ മാതാപിതാക്കളോട് ഇന്നും കൊടുക്കുന്ന ഉപദേശം അത് തന്നെയാണ്. നിങ്ങളുടെ കുട്ടികൾക്ക് ഏതാണ് ഇഷ്ടമെന്ന് വിചാരിച്ചാൽ ആ മേഖലയിലേക്ക് തിരിഞ്ഞു പോകാൻ അവരെ അനുവദിക്കുക. നിങ്ങളുടെ മനസ്സിലുള്ള ഒരു കുട്ടികളെ ആയിട്ട് നിങ്ങൾ വളർത്താൻ ശ്രമിക്കരുത്. ആ കുട്ടികൾക്കാണ് ആ സ്വാതന്ത്ര്യം എങ്ങനെ എടുക്കണം എന്നുള്ളത്. കാരണം അങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ആ കുട്ടി തീർച്ചയായും ആ മേഖലയിൽ വിജയത്തോടെ പോകുന്നൊരു കുട്ടിയായിരിക്കും. ഇപ്പോൾ പ്രവർത്തിക്കുന്ന മേഖലയിൽ നിങ്ങൾ നല്ലവരാവുക, സമൂഹത്തിന് വേണ്ടി ജീവിക്കാൻ സാധിക്കുക, സമൂഹത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ ജീവിക്കാൻ സാധിക്കുക. അതുപോലെ തന്നെ തിരഞ്ഞെടുക്കുന്ന പ്രൊഫഷൻ നമ്മൾ സന്തോഷത്തോടുകൂടെ ചെയ്യാനുള്ള സാധ്യതയും കൂടെ മുന്നിൽ കണ്ടുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ എനിക്ക് തോന്നുന്ന എല്ലാ പ്രൊഫഷനും ദേ ആർ ഈക്വലി ഗുഡ്. പക്ഷേ അതിൽ ഞാൻ പ്രവർത്തിക്കുന്ന മേഖല ആയതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഞാൻ എന്നും പറയും എനിക്കിഷ്ടം ഡോക്ടറാവാനാണെന്ന് പറയും, ഇന്നും വന്നും എന്നും. അതുകൊണ്ട് നിങ്ങളതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ എവിടെയൊക്കെ ചെന്ന് കഴിഞ്ഞാലും, ഏതൊക്കെ മേഖലയിൽ നിങ്ങൾ പുരോഗമിച്ച് പോയി കഴിഞ്ഞാലും, ഏതൊക്കെ തലത്തിലെത്തിക്കഴിഞ്ഞാലും നിങ്ങൾ കടന്നു വന്ന വഴികളും നിങ്ങളാക്കി മാറ്റിയ ധാരാളം ആൾക്കാരുണ്ടാകും. അവരുടെയൊക്കെ ഓർമ്മകൾ എന്നും നിങ്ങളുടെ മനസ്സിൽ സൂക്ഷിക്കാനും കൂടെ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് നിങ്ങളൊക്കെ നല്ല കുട്ടികളായി, ഭാവിയിൽ നല്ല പൗരന്മാരായി, സമൂഹത്തിന് വേണ്ട മനുഷ്യരായി ജീവിക്കാൻ സാധിക്കണമെന്ന് മാത്രം ഞാൻ പറയുകയാണ്. പിന്നെ ഞാൻ കടന്നുപോയ ദുരനുഭവങ്ങളും അനുഭവങ്ങളും പറയണമെന്ന് കൂടെ വേദി പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് മനസ്സിനെ തട്ടുന്ന ധാരാളം ശ്രമം ഉണ്ടായിട്ടുണ്ട്. അത് പലപ്പോഴും നമ്മൾ സ്നേഹിച്ച് നമ്മുടെ മുമ്പിലൂടെ വർഷങ്ങൾ നമ്മളെ പരിചരിച്ചു പോയ ഒരാൾ നമുക്ക് നഷ്ടപ്പെടുമ്പോഴാണ് വേദനയായിരിക്കും. അതിന് നമുക്ക് ഉത്തരം പറയാൻ സാധിക്കാത്ത പല ചോദ്യങ്ങൾ നമ്മുടെ മുമ്പിൽ വരാറുണ്ട്. ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഈ കഴിഞ്ഞ ദിവസം ഒരു രോഗി അവരുടെ ഭർത്താവിനോട് പറഞ്ഞു, അവരുടെ അവസാനത്തെ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ എന്നെ ഒരു പാട്ട് പാടി കേൾപ്പിക്കണം, ആ പാട്ട് പാടി കേൾപ്പിച്ചിട്ട് വേണം എന്നെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഒരു ഫോട്ടോയും കൂടെ എടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ അവർ കാഷ്വാലിറ്റിയിലേക്ക് വരികയാണ്. അത് സ്ട്രെച്ചറിലാണ്, പാടാൻ ഭയങ്കര പ്രയാസമാണ്. പക്ഷെ എന്തായാലും ഒരു പാട്ട് മുഴുവൻ എൻ്റെ മുന്നിലിരുന്ന് പാടിക്കഴിഞ്ഞ് എന്നെ കെട്ടിപ്പിടിച്ചൊരു ഫോട്ടോ എടുത്തു പോയി. 48 മണിക്കൂർ കഴിഞ്ഞപ്പം അവർ ഈ ലോകത്തോട് ഇവിടെ പറയുകയാണ്. പക്ഷേ അത് നമ്മുടെ മനസ്സിലെന്നും ഇങ്ങനെ തിളങ്ങി നിൽക്കും. കാരണം അങ്ങനെ ഒരു ആഗ്രഹം നമുക്ക് സാധിച്ചു കൊടുക്കാൻ സാധിച്ചു എന്നുള്ള തന്നെ വലിയ കാര്യമായിട്ട് തോന്നാറുണ്ട്. രോഗി മരിച്ചാലും പിന്നീടും നമ്മളുമായിട്ട് ബന്ധം തുടരുന്ന കുറേ അധികം ആൾക്കാരുണ്ട്, ധാരാളം ആൾക്കാരുണ്ട്. ഇപ്പോൾ നമുക്ക് നഷ്ടപ്പെട്ട ഒരു രോഗി മരിച്ചു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് മാത്രം നമ്മളെ ഉപേക്ഷിച്ച് പോകാത്ത ആൾക്കാരുണ്ട്. അതായത് അവർക്ക് നമ്മളെ ചെയ്യേണ്ട കാര്യം ചെയ്തു കൊടുത്തു എന്നുള്ള ഒറ്റ കാര്യം മതി. പിന്നെ പലർക്കുമുള്ള ഒരു പേടി അല്ലെങ്കിൽ പ്രശ്നം വെച്ചാൽ നമ്മൾ പറയും എന്നും ഈ മേഖല കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോവുകയല്ലേ, ഡോക്ടർമാരെ ഉപദ്രവിക്കുന്നു, ആശുപത്രികൾ തല്ലി തകർക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ ഈ മേഖല തിരഞ്ഞെടുക്കണമെന്നൊന്ന് സംശയിക്കുന്ന ധാരാളം മാതാപിതാക്കളുണ്ടാവും. ഒരു കാര്യം മനസ്സിലാക്കിയാൽ മതി, നമ്മുടെ ഒരു ആശുപത്രിയിൽ വരുന്ന രോഗികളിൽ ഒരു 80% ആൾക്കാരും നമ്മളെ സ്നേഹിക്കുന്നവരാണ്, നമ്മുടെ കൂടെ നിൽക്കുന്നവരാണ്. എല്ലാ സമയത്തും എന്ത് പ്രശ്നമുണ്ടായാലും ഒരു 10-20% ആൾക്കാർ മാത്രമേ പ്രകോപിതരാവാറുള്ളൂ. ഇതുപോലെ
പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുള്ളൂ. പക്ഷെ മനസ്സിലാക്കേണ്ട കാര്യം അവരെവിടെ ചെന്നാലും പ്രശ്നം ഉണ്ടാക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് അവർക്ക് വേണ്ടി നമ്മൾ മാറണമെന്നോ അല്ലെങ്കിൽ അവർ ഇങ്ങനെ പ്രശ്നമുള്ളതുകൊണ്ട് നമ്മൾ ഈ മേലേക്ക് കടന്നു വരരുതെന്ന് നിങ്ങൾ ആരും ചിന്തിക്കരുത്. കാരണം നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാരാണ് തീർച്ചയായും കൂടുതൽ. നമ്മളെ സ്നേഹിക്കാനും നമുക്ക് സ്നേഹിക്കാനും ധാരാളം ആൾക്കാർ അത് നൽകിയിട്ടാണ് ഒരു പക്ഷേ ഈ പ്രൊഫഷൻ നമ്മളെ ഏറ്റവും സന്തോഷത്തോടെ സ്വീകരിക്കുന്നത്. അതുകൊണ്ട് വീണ്ടും ഞാൻ പറയാണ്, മാതാപിതാക്കളെ നിങ്ങളുടെ മക്കൾക്ക് നല്ലൊരു ജീവിതം, ആ നല്ലൊരു ജീവിതം എന്നുള്ള കൊട്ടേഷനകത്താണ് പൈസയ്ക്ക് വേണ്ടി മാത്രമുള്ള ജീവിതം, ആഡംബര ജീവിതം അല്ലെങ്കിൽ സുഖമായിട്ട് അങ്ങനെ ജീവിക്കുന്നതാണ് നിങ്ങളുടെ മനസ്സിലെങ്കിൽ നിങ്ങളുടെ മക്കളെ വേണ്ടി വിടരുത്. പക്ഷേ ഒരു ഡോക്ടറും പട്ടിണി കിടന്ന് മരിച്ചിട്ടില്ല, ചരിത്രമില്ല. അതുകൊണ്ട് സുഖമായി ജീവിക്കാനുള്ള അവസരം നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടും. പക്ഷെ അതിനേക്കാൾ ഉപരി നിങ്ങളുടെ മക്കൾക്ക് കിട്ടുന്ന ഒരു അംഗീകാരമുണ്ട്. അംഗീകാരം എന്ന് പറഞ്ഞാൽ അതൊരു കളക്ടറായതുകൊണ്ടോ ഒരു IPS ആയാലോ കിട്ടുന്നതല്ല. പക്ഷെ അവർക്ക് ലഭിക്കുന്ന സ്നേഹമുണ്ട്. ആ സ്നേഹം മൂലം അവർക്ക് കിട്ടുന്ന ഒരു അംഗീകാരമുണ്ട്. ആ അംഗീകാരം അവർക്ക് നൽകിയിട്ട് കഴിഞ്ഞാൽ മറ്റൊന്നും അതിന് തുല്യമല്ല എന്ന് അവരും മനസ്സിലാക്കുന്നു, നിങ്ങളും മനസ്സിലാക്കുന്നു. അങ്ങനെ ലോകത്തേക്ക് നിങ്ങളുടെ മക്കളെ കടത്തിവിടുക. അവരൊക്കെ നല്ല മക്കളായിട്ട് വളർന്നു വരട്ടെ. ഈ സമൂഹത്തിന് വേണ്ടി നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കട്ടെ, സ്നേഹത്തോടുകൂടെ ജീവിക്കാൻ സാധിക്കട്ടെ, പരസ്പരം സ്നേഹിക്കാനും പരസ്പരം ആദരിക്കാനുമുള്ളൊരു മനസ്സോടുകൂടെ അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു മംഗളം നേരെയാണ്. എല്ലാവരും നന്നായി വരട്ടെ. താങ്ക് യു വെരി മച്ച്. ഭയങ്കര ബ്ലെസ്ഡ് ആയിട്ട് തോന്നുന്നു. ഞാനൊക്കെ ഒരുപാട് കാലം സ്വപ്നം കണ്ട് നടന്നിരുന്ന അല്ലെങ്കിൽ മാതൃകയായി കണ്ടിരുന്ന ഗംഗാധര സാറിൻ്റെ കൂടെ ഒരു വേദിയിലിരിക്കാൻ പറ്റിയത് വലിയ ഭാഗ്യമായിട്ട് വരുന്നുണ്ട്. നമ്മളെല്ലാവരെയും ഉദ്ദേശിച്ചുകൊണ്ടും പിന്നെ പുറത്ത് സോഷ്യൽ മീഡിയയിലടക്കം ഒരുപാട് ആളുകൾ ഡിസ്കസ് ചെയ്യുന്നതായിട്ടുള്ള 2-3 ചോദ്യങ്ങൾ സാറിനോട് നേരിട്ട് ചോദിക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് അത് ചോദിക്കാവുന്നതാണ്. നമ്മളിതിപ്പോൾ എല്ലാ കുട്ടികളിലും നമ്മൾ വന്നിരിക്കുന്ന 10ാം ക്ലാസ്സിലെ കുട്ടികളും അവരുടെ പേരൻസിലൊക്കെ അധികം ആളുകളും ഒരു മെഡിക്കൽ ആസ്പിരൻസ് ആയിട്ടുള്ള ആളുകളാണ്. അവർക്കൊരു മെഡിക്കൽ സീറ്റ് കിട്ടണമെന്നുണ്ട്. ആൻഡ് ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ ടെക്നോളജിയൊക്കെ ഭയങ്കര ഫാസ്റ്റായിട്ട് ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. ഇപ്പോൾ ഒരു 20 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും AI ഡയഗ്നോസിസും മേ ബി ഹ്യൂമനോയിഡ് ആയിട്ടുള്ള റോബോട്ടുകൾ ട്രീറ്റ് ചെയ്യുന്ന ഒരു കാലമൊക്കെ വരുമ്പോൾ ഡോക്ടർമാരുടെ ജോലി കംപ്ലീറ്റ് ആയിട്ടും AI റീപ്ലേസ് ചെയ്യില്ലേ? അല്ലെങ്കിൽ മിക്കവാറും ജോലികളൊക്കെ റീപ്ലേസ് ചെയ്യില്ല. അപ്പോൾ നമ്മളെപ്പോലെയുള്ള ഒരാൾ ഒരു ഡോക്ടറായി കഴിഞ്ഞാൽ ഒരു 20 വർഷം കഴിഞ്ഞിട്ട് എന്തായിരിക്കും ഭാവി എന്നൊരു ചോദ്യമുണ്ട്. എനിക്ക് സാറിൻ്റെ വാക്കുകൾ കേൾക്കണമെന്നുണ്ട്. അതിൻ്റെ ഉത്തരം പറയാൻ വളരെ എളുപ്പമാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലെ എല്ലാം മാറ്റിമറിക്കാം. പക്ഷേ AI മാറ്റിമറിക്കാൻ സാധിക്കേണ്ട ഒരു കാര്യമുണ്ട്. AI ഒരിക്കലും ചിന്തിക്കാനോ അല്ലെങ്കിൽ പ്രവർത്തിക്കാനോ സാധിക്കാൻ പറ്റാത്തൊരു കാര്യമുണ്ട്. ആ കാര്യമാണ് ഒരു ഡോക്ടറുടെ ഏറ്റവും വലിയ അച്ചീവ്മെൻറ്റ്, ഏറ്റവും വലിയ ആവശ്യം അല്ലെങ്കിൽ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് ഈസ് യുവർ ടച്ച്, സ്പർശമാണ്. ഞാൻ ആഷിന് കൈ ഇങ്ങനെ പിടിക്കുമ്പോൾ ആഷിന് കിട്ടുന്നൊരു സമാധാനമുണ്ട്, ഒരു ആശ്വാസമുണ്ട്. അതൊരു റോബോട്ടിന് ചെയ്യാൻ സാധിക്കില്ല. റോബോട്ടിന് എല്ലാം ചെയ്തു കൊടുക്കാൻ സാധിക്കും. പക്ഷേ ആ സ്പർശത്തിലൂടെയുള്ള ഒരു സാന്ത്വനമുണ്ടല്ലോ, ആ സാന്ത്വനം വേണമെങ്കിൽ ഒരു ഡോക്ടറാവണം. ഡോക്ടർക്ക് തന്നെ പോരാ, ഡോക്ടർക്കൊരു മനസ്സ് വേണം. ആ മനസ്സിൽ അങ്ങനെ ശക്തി വേണം. ഡോക്ടർ മാത്രമല്ല, ആ ഗ്രൂപ്പിലുള്ള ആ ആരോഗ്യമേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും. അതുകൊണ്ട് AI ഒരു കാലത്തും ഒരു ഡോക്ടറുടെ സ്പർശം അനുകരിക്കാനോ അല്ലെങ്കിൽ അത് ആവർത്തിക്കാനോ സാധിക്കില്ല. ഒരു ഡോക്ടറുടെ ഏറ്റവും വലിയ വിജയം അത് തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾ ഡോക്ടറാകാൻ ആഗ്രഹിക്കുന്നവരൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, രോഗി അപ്പുറയും ഡോക്ടർ ഇപ്പുറയും ഇരുന്നാണ് നിങ്ങളുടെ മനസ്സിൽ ചികിത്സ എന്ന് തോന്നുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് നല്ല പ്രൊഫഷനല്ല. നിങ്ങൾ നല്ല ഡോക്ടറാകാനും സാധിക്കില്ല. ഡോക്ടറും രോഗിയും ഒരേ സ്ഥലത്ത് ഒരുമിച്ചിരുന്ന് ചെയ്യുന്നു, ഒരേ തലത്തിൽ ഒരുമിച്ചിരുന്ന് ഒരേപോലെ സംസാരിക്കാനും അതുപോലെ ഈ പരസ്പരം ഒന്ന് തൊടാനോ അല്ലെങ്കിൽ തലോടാനോ സാധിക്കുന്നതാണ് AI ഒരിക്കലും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ. മറ്റെന്ത് കാര്യങ്ങൾ AI റീപ്ലേസ് ചെയ്താൽ പറ്റി കഴിഞ്ഞാലും നമ്മളുടെ കണ്ണിൽ നോക്കി സംസാരിക്കുന്ന, നമ്മുടെ ഐ ലെവലിലേക്ക് ഇറങ്ങി നിന്ന് സംസാരിക്കുന്ന ഒരു ഡോക്ടറാവാൻ വേണ്ടിയിട്ട് ഒരു കാരണവശാലും ഒരു റോബോട്ടിനോ അല്ലെങ്കിൽ ഏതൊരു സാങ്കേതിക വിദ്യക്കോ കഴിയില്ല എന്നുള്ളതാണ്. സോ ഐ വിഷ് നമുക്ക് അത് മാത്രമായിരിക്കും. മേ ബി ഒരുപാട് ഡാറ്റ നമ്മളിപ്പോൾ പഠിക്കുന്ന പോലെ മരുന്നുകളുടെ പേരോ മറ്റു കാര്യങ്ങളോ എല്ലാം പഠിക്കേണ്ടി വരുമോ ഇനി ഫ്യൂച്ചറിലേക്ക്? കുട്ടികളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും ഇനി ഇങ്ങനെ മാറുന്ന ഒരു ലോകത്തേക്കാണ് നമ്മളൊരു കരിയറായിട്ട് ഇറങ്ങുന്നത്. അപ്പോൾ നമ്മുടെ കരിയറിൽ എന്ത് തരത്തിലുള്ള മാറ്റങ്ങളായിരിക്കും വരുത്തേണ്ടി വരും, അല്ലെങ്കിൽ ഇവരുടെയൊക്കെ പ്രിപ്പറേഷനിലോ കാര്യങ്ങളിലോ ഒക്കെ മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടതുണ്ടോ എന്നുള്ളതും അവരുടെ ഭാഗത്തുനിന്നുള്ള ചോദ്യമായിരിക്കും മാറുന്ന ലോകത്തേക്ക് വേണ്ടി. നിങ്ങളുടെ മുമ്പിൽ ധാരാളം മാർഗ്ഗങ്ങളുണ്ട്, അതായത് മുന്നോട്ട് പോകാനുണ്ട്. ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് പുസ്തകം മാത്രമേ ഉള്ളൂ നമ്മുടെ മുമ്പിൽ, മറ്റൊന്നുമില്ല. എന്നിട്ട് പോലും ഞങ്ങളെ പഠിച്ചിരുന്നത് എങ്ങനെ അറിയോ? എനിക്ക് ഒരുപക്ഷെ ഇന്ന് കേരളത്തിൽ നിങ്ങളൊക്കെ എഴുതുന്ന ഈ MCQ എൻട്രൻസ് എക്സാമിൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ്റെ ഫസ്റ്റ് ബാച്ച് ഞങ്ങളാണ്.
വി വർ ദി ഫസ്റ്റ് ബാച്ച് കേരളത്തിൽ ഇരുന്നതിൻ്റെ. അപ്പോൾ ഞങ്ങളൊക്കെ ഇതുപോലെ നോർത്ത് ഇന്ത്യ മുഴുവൻ സഞ്ചരിക്കുമായിരുന്നു. അത് എൻട്രൻസ് പരീക്ഷകൾ എഴുതിക്കൊണ്ട് 100% കിട്ടില്ല എന്ന റിപ്പോർട്ട് തന്നെ. അപ്പോൾ ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ ബാച്ചിലൊക്കെ ഉണ്ടായ കുറേ പേര് ഞങ്ങൾ പല ക്വസ്റ്റ്യൻ ബാങ്കുകൾ ഉണ്ടാക്കി ഞങ്ങൾ റെക്കോർഡ് ചെയ്യുമായിരുന്നു. അതായത് നമ്മൾ അന്ന് നിങ്ങൾക്ക് ഇതുപോലുള്ള സംവിധാനം കയ്യിൽ ഫോണൊന്നുമില്ല, നമുക്ക് ചെറിയ ചെറിയ ടൈപ്പ് റെക്കോർഡേഴ്സ് ഉണ്ടാകും. ആ ടൈപ്പ് റെക്കോർഡ് ചെയ്തുകൊണ്ട് നമ്മൾ പാട്ടുകൾ കേൾക്കുന്നു, അതിൻ്റെ കൂടെ തന്നെ നമ്മൾക്ക് ചോദ്യങ്ങൾ ചോദിക്കുന്നു, ഉത്തരം കണ്ടെത്തുന്നു. ഇന്ന് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, കാരണം നിങ്ങളുടെ മേഖല ധാരാളം വികസിച്ചു കഴിഞ്ഞു. പക്ഷേ ആ വരുന്ന മാറ്റങ്ങളെല്ലാം നമ്മൾ ഉൾക്കൊള്ളുകയും വേണം, നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയും വേണം. ഇല്ലെങ്കിൽ നമ്മൾ യു വിൽ ബി ഫെയിലിയർ. ഇപ്പോൾ ഒരു 30 വർഷം മുമ്പ് നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും ഇന്ന് നമുക്ക് തിരിച്ചറിയാൻ മണ്ടത്തരമാണെന്ന്. കാരണം അത്രമാത്രം നമ്മൾ പുരോഗമിച്ചു കഴിഞ്ഞപ്പോൾ ആ പുരോഗമനത്തോടു കൂടെ നമുക്കും സഞ്ചരിക്കാൻ സാധിക്കണം. അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്ക് പറഞ്ഞത്, അതായത് ഒരു ഡോക്ടർ എന്നും വിദ്യാർത്ഥിയാണ്. ആ വിദ്യാർത്ഥിയായിട്ട് തുടരാൻ സാധിച്ചെങ്കിൽ മാത്രമേ ഒരു ഡോക്ടർക്ക് വിജയിക്കാനും സാധിക്കുമെന്ന് പറഞ്ഞതാണ്. തുടർച്ചയായിട്ടുള്ള വിദ്യാർത്ഥിയായിട്ടിരിക്കുക, കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാതലെന്ന് തോന്നുന്നുണ്ട്. ഞാൻ ഈ AI സാങ്കേതിക വിദ്യ എന്നുള്ളതിനോടൊപ്പം തന്നെ നമ്മൾ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ മേ ബി അതിനൊക്കെ മുന്നേ തന്നെ കുട്ടികൾ ഡോക്ടർ ആവണം എന്ന് മനസ്സിൽ വിചാരിക്കുന്ന കുട്ടികൾ വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട്, ഞാനൊരു ന്യൂറോളജിസ്റ്റ് ആവും, ഞാനൊരു കാർഡിയോളജിസ്റ്റ് ആവും. എനിക്ക് തോന്നുന്നു ന്യൂറോളജിയും കാർഡിയോളജിയാണ് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള. അത് കഴിഞ്ഞാൽ സാറിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ആണെന്ന് തോന്നുന്നു, ഓങ്കോളജി ആണെന്ന് തോന്നുന്നു എല്ലാവരും പറയുന്നത്. കാരണം ആളുകൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളത് ഇതുപോലെ പീഡിയാട്രിക്സ്, ഗൈനക്കോളജി, ന്യൂറോളജി, ഓങ്കോളജി ഒക്കെയാണ്. എങ്ങനെയാണ് സാർ ഒരു ഓങ്കോളജിസ്റ്റ് ആവണം എന്നത് തീരുമാനം എടുത്തതോ വന്നതോ, അതുപോലെ തന്നെ വന്നിരിക്കുന്ന കുട്ടികൾ അവർ ഏത് സ്പെഷ്യാലിറ്റി എടുക്കണമെന്ന് എങ്ങനെ തീരുമാനിക്കും എന്നുള്ള ഒരു ചോദ്യമുണ്ട്. എന്താണ് അതിൻ്റെ ഒരു ലോജിക്ക് എന്നുള്ളത് സാർ? അതിന് ഉത്തരം ഒരുപക്ഷെ ഞാൻ പറഞ്ഞാൽ നിങ്ങളെല്ലാവരും ഇപ്പം തന്നെ എഴുന്നേറ്റ് പോകും. കാരണം ഞാൻ ഇപ്പോഴും ഓങ്കോളജിസ്റ്റ് ആവണമെന്ന് തീരുമാനം എടുത്തിട്ടില്ല. ഞാൻ ഈ മേലെ കടന്നു വന്നതൊക്കെ അങ്ങനെയാണ്. ഞാൻ നേരത്തെ കൊണ്ട് പറഞ്ഞു നിർത്തിയത് MBBS ഞാൻ കടന്നു വന്നത് എങ്ങനെയെന്ന് പറഞ്ഞു. അതുപോലെ ഞാൻ ഈ ഓങ്കോളജി കടന്നു വരുന്ന സമയത്ത് ഓങ്കോളജിയിൽ ഒന്നുമില്ലായിരുന്നു. അത് ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മുടെ മുൻപിൽ മരണം മാത്രം, അതായിരുന്നു. ഞങ്ങൾ MBBS പഠിക്കുമ്പോഴും അതുപോലെയാണ്. MBBS വാർഡിൽ നിന്ന് നമുക്കൊരു കോൾ വന്നു, രോഗിയെ കാണണമെന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് ആ രോഗിയെ രക്ഷപ്പെടുത്താൻ വേണ്ടിയല്ല, മറിച്ച് ഒരു ഡെത്ത് സർട്ടിഫൈന് വേണ്ടിയാണ് നമുക്ക് മനസ്സിലാക്കാം. അതാണ് സംഭവിക്കാറ്. ഒരു ഇരുണ്ട വാർഡും അവിടെയൊക്കെ മിന്നി നിൽക്കുന്ന കുറേ ലൈറ്റുകളും അതിനിടയിൽ വേദനയോട് കൂടെ പുളയുന്ന കുറേ ആൾക്കാരും മരണം കാത്തുകിടക്കുന്നവർ, ഇതായിരുന്നു നമ്മുടെ സങ്കല്പം വന്നു. അതുകൊണ്ട് ഞാൻ മേലെ കടന്നു വരുമ്പോൾ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, എന്തിനാണ് വൈ ഡു യു വാണ്ട് ടു ബിക്കം എൻ ഓങ്കോളജിസ്റ്റ്? ബിക്കോസ് ഈ പറഞ്ഞ പോലെ കാർഡിയോളജിയും നെഫ്രോളജിയും ന്യൂറോളജിയൊക്കെ അന്ന് സീറ്റുകൾ ഒഴിവുണ്ട്, നമുക്ക് വേണമെങ്കിൽ കിട്ടും എന്നുള്ള സന്ദർഭത്തിൽ എന്തിനാണ് ചോദിച്ചു നോക്കും. പക്ഷെ മാറ്റം വന്നതെന്താ വെച്ചാൽ ഈ കഴിഞ്ഞ ഒരു 40 വർഷം കൊണ്ട് ഓങ്കോളജിയുടെ കുറിച്ചുള്ള സങ്കല്പങ്ങൾ തന്നെ മാറി. ഇന്ന് നമ്മൾ പറയും ക്യാൻസർ ഇസ് എ ക്യൂറബിൾ ഡിസീസ്, നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാൻ സാധിക്കുന്ന അസുഖമാണ്. കുറേ ക്യാൻസറുകൾ നമുക്ക് ആ രോഗി സുഖമായിട്ട് മുന്നോട്ട് ജീവിക്കാൻ സാധിക്കും രോഗം നിയന്ത്രിച്ചുകൊണ്ട്. ഇതൊന്നും സാധിക്കുന്നില്ലെങ്കിൽ നമുക്ക് ജീവിതത്തോളം കാലം സുഖമായിട്ട് ജീവിക്കാൻ സാധിക്കും. ഇതൊക്കെ നമുക്ക് കൊടുക്കാൻ സാധിക്കുന്ന കാര്യങ്ങളാണ്. അത് മാത്രമല്ല, ഓങ്കോളജിക്ക് വേറെ വ്യത്യാസം കൂടി വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഓരോ രോഗി രക്ഷപ്പെടുമ്പോഴും അതിൻ്റെ സങ്കല്പം എങ്ങനെയാണെന്ന് വെച്ചാൽ, ആ ഓരോ രോഗിയെയും തോളിലേറ്റിക്കൊണ്ട് ഡോക്ടർ നടന്ന് നീങ്ങുകയാണ്. ഒരു കടലാണ്, ആ കടലിൽ ഒരു നൂൽപ്പാലമുണ്ട്. ആ നൂൽപ്പാലത്തിലൂടെ ഡോക്ടർ ഓരോ രോഗിയും എടുത്തുകൊണ്ട് ഈ പാലത്തിലൂടെ നടന്ന് അക്കരയ്ക്ക് പോകണം. ഒരു വശത്ത് അസുഖം മൂലം ഉണ്ടാകുന്ന മരണം, മറുവശത്തെ ചികിത്സ മൂലം ഉണ്ടാകുന്ന പാർശ്വഫലങ്ങൾ, ഇത് രണ്ടും മനസ്സിൽ കണ്ടുകൊണ്ട് രണ്ട് ഭാഗത്തേക്കും വീഴാതെ രോഗിയെ കൊണ്ടുപോയി അപ്പുറം വിടുമ്പോൾ മാത്രമേ രോഗി രക്ഷപ്പെടുകയുള്ളൂ. അപ്പോൾ ഇറ്റ്സ് എ ബിഗ് ചാലഞ്ച്. ആ മാറ്റങ്ങൾ കഴിഞ്ഞ കുറേ വർഷം സംഭവിച്ചിരിക്കുന്നതാണ്. അതുകൊണ്ട് ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് ഒരു വാണ്ടഡ് സ്പെഷ്യാലിറ്റി അല്ല, എല്ലാവർക്കും വേണ്ട ഒരു സ്പെഷ്യാലിറ്റി അല്ല അത്. അന്ന് കാർഡിയോളജി ന്യൂറോളജിക്കാണ്. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് പലരും ഫസ്റ്റ് ചോയ്സ് ഓങ്കോളജിയാണ്. കാരണം ഈ കഴിഞ്ഞ 15, 20, 30 വർഷം കൊണ്ട് വന്ന ആ മാറ്റങ്ങളും ആ ചിന്താഗതികളുമാണ് ഒരു പക്ഷേ അത് മാറ്റിയിരിക്കുന്നത്. നമ്മളെ ഇപ്പോൾ ഉള്ള കുട്ടികൾ തന്നെ പല ആൾക്കാരും എനിക്ക് നേരിട്ട് അറിയുന്ന കാര്യം തന്നെയാണ്, ഈ ഒരു സ്റ്റേജിൽ തന്നെ ഏത് സ്പെഷ്യാലിറ്റി ഞാൻ എടുക്കണം എന്ന് ചിന്തിക്കുന്നത് അത്ര ശരിയല്ല എന്നുള്ള അഭിപ്രായമുണ്ട്. നിങ്ങൾ ചിന്തിക്കേണ്ട സമയമായിട്ടില്ല. അത് നമ്മൾ MBBS പഠിച്ചു കഴിഞ്ഞും അപ്പോഴും നമ്മൾ പലപ്പോഴും തീരുമാനം എടുക്കാൻ സാധിക്കില്ല. നമ്മൾ ഒരുപക്ഷെ ഹൗസ് റെസിഡൻസി എല്ലാം കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇഷ്ടപ്പെട്ടൊരു മേഖലയെക്കുറിച്ച് കുറച്ചും കൂടെ വ്യക്തമായിട്ട് നമുക്ക് പോകാൻ സാധിക്കും. മറ്റു കാര്യങ്ങൾ മനസ്സിലാക്കുന്നതല്ലാണ്. കാരണം പ്രത്യേകിച്ചും ഈ യുഗത്തിൽ നമ്മൾ ഇഷ്ടപ്പെട്ട അതേ സ്പെഷ്യാലിറ്റി കിട്ടിക്കൊള്ളണമെന്നൊന്നുമില്ല. എല്ലാവർക്കും ഞാൻ ഇഷ്ടപ്പെട്ട സ്പെഷ്യാലിറ്റി തന്നെ ഞാൻ എടുക്കുകയുള്ളൂ, അതില്ല. പക്ഷേ എല്ലാ സ്പെഷ്യാലിറ്റിക്കും എൻ്റേതായിട്ടുള്ള മെച്ചങ്ങളുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ എടുക്കുന്ന സ്പെഷ്യാലിറ്റിയിൽ നമ്മൾ ഷുഡ് ഗോ ഔട്ട്. നമ്മളൊരു സെലക്റ്റഡ്, അതിന് എന്നും പറയേണ്ട ഉദാഹരണം എന്താ വെച്ചാൽ,
എല്ലാവരും ചിന്തിക്കുന്നതിൽ നിന്നും കുറച്ച് മറിച്ച് ചിന്തിക്കുന്നവരാണ് എപ്പോഴും വിജയം കണ്ടെത്തുന്നതെന്ന് പറയും. നമ്മൾ ഒരാൾ കണ്ടെത്തി അതേ മറിച്ച് നമ്മൾ പോകുന്നത് കൊണ്ട് നല്ല ഫോളോ ചെയ്യും. പക്ഷേ മറിച്ച് ചിന്തിക്കാനുള്ളൊരു മനസ്സും അതിനുള്ള ശക്തിയുമാണ് നമുക്ക് ശരിക്കും എടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ യു തിങ്ക് ഇൻ ഡിഫറെൻറ്റ് എന്ന് പറയില്ലേ, അവരാണ് എപ്പോഴും സക്സസ്ഫുൾ ആവുക. അതിന് ഏത് മേഖലയിലും കുഴപ്പമൊന്നുമില്ല. നമ്മുടെ സമൂഹത്തിൽ നോക്കുന്ന സമയത്ത് ഒരുപാട് സക്സസ്ഫുൾ ആയിട്ടുള്ള ഡോക്ടേഴ്സിനെ നമ്മൾ കാണുന്നുണ്ട്. സക്സസ് ആളുകൾ മെഷർ ചെയ്യുന്നതും പല രൂപത്തിലാണ്. ചിലപ്പോൾ ഡോക്ടർ നേടുന്ന സമ്പത്തായിരിക്കാം, കാറുകളായിരിക്കാം, വണ്ടി, അല്ലെങ്കിൽ എത്ര പേഷ്യൻസ് ഉണ്ട്, അങ്ങനത്തെ പല രൂപത്തിലാണ് ആളുകൾ കാണുന്നുണ്ടാവുക. സാറിൻ്റെ മനസ്സിൽ വാട്ട് ഈസ് എ സക്സസ്ഫുൾ ഡോക്ടർ, ഒരു ട്രൂ ഡോക്ടർ എന്ന് പറയുന്നത് ആരാണ്? സാറിൻ്റേതായിട്ടുള്ള കാഴ്ചപ്പാട്. സക്സസ്ഫുൾ ലൈഫാണ്. ലൈഫിൽ സക്സസ്ഫുൾ എന്താണെന്നുള്ളതാണ്. അത് നമുക്ക് പല വിധത്തിൽ ഇതിനൊക്കെ നമുക്ക് പല നിർദ്ദേശങ്ങളും മാനദണ്ഡങ്ങളും വേണം നിശ്ചയിക്കാം. കൂടുതൽ പൈസ ഉണ്ടാക്കുന്നവരാണോ, അല്ലെങ്കിൽ കൂടുതൽ പോപ്പുലർ ആവുന്നവരാണോ, ആരാണ് എന്നുള്ള ചോദ്യം. എൻ്റെ ഉത്തരം എന്നും ഒരേ ഒരു ഉത്തരമാണ്. ആ ഉത്തരം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ആവശ്യപ്പെടാതെ നമ്മുടെ വീട്ടിൽ സംസം വെള്ളവും ശബരിമലയിലെ പ്രസാദവും വെള്ളക്കണ്ണിമാരുടെ രൂപവും കൊണ്ടുതരാൻ എന്ന് ആൾക്കാരുണ്ടാകുമോ, അന്ന് യു ആർ എ സക്സസ്ഫുൾ മാൻ. അതാണ് എൻ്റെ ക്രൈറ്റീരിയ എന്ന് എപ്പോഴും പറയാറുണ്ട്. ടു ഗെയിജ് എ സക്സസ്ഫുൾ മാൻ. അതായത് നമുക്ക് ലഭിക്കുന്ന തുകയല്ല, നമുക്ക് കിട്ടുന്ന ആ ഒരു ആഡംബര ജീവിതമല്ല, അതിനേക്കാളൊക്കെ ഉപരി നമ്മളെ സ്നേഹിക്കാനും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ഒക്കെ ആൾക്കാരെ ഉണ്ടാകുമ്പോൾ യുവർ ലൈഫ് ബിക്കംസ് സക്സസ്ഫുൾ. സാറിന് ഉറപ്പായിട്ട് സാറിൻ്റെ വാക്കുകളിൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യം, സാറിൻ്റെ ജീവിതത്തിൽ അതുപോലെയുള്ള മൊമെൻറ്റുകൾ ഒരുപാട് സംഭവിച്ചിട്ടുണ്ടെന്നുള്ളത് തന്നെയാണ്. നമുക്ക് വേണ്ടിയിട്ട് ഒരു മൊമെൻറ്റ് ഇതുപോലെ സാറിന് ഐ ആം സക്സസ്ഫുൾ, അല്ലെങ്കിൽ ഞാൻ ഡോക്ടറായത് എൻ്റെ ജീവിതം ധന്യമായി അല്ലെങ്കിൽ അർത്ഥവത്താണ് എന്ന് തോന്നുന്ന മൊമെൻറ്റുകൾ ഒരുപാട് സംഭവിച്ചിട്ടുണ്ടാവും. നമുക്ക് വേണ്ടി ഷെയർ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു അനുഭവം ഒന്ന് പറയാൻ വേണ്ടി പറ്റും ഇതുപോലെ? ഓരോ ജീവിതം നമുക്ക് രക്ഷപ്പെടുത്തി വിടുമ്പോഴും യുവർ ലൈഫ് യു ഫീൽ സക്സസ്ഫുൾ. ഇന്നലെ എനിക്കിതുപോലെ ഞാനിങ്ങോട്ട് വരുന്ന വഴിക്ക് എനിക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. ആ മെസ്സേജ് അയക്കുന്നത് ഒരു ആസാംകാരനാണ്, നീലാഞ്ചൽ. അവൻ ഒരു 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഓസ്റ്റിയോസാർക്കോമ, എല്ലിനെ ബാധിക്കുന്ന ക്യാൻസറുമായിട്ട് ചികിത്സയ്ക്ക് വരുന്നതാണ്. നീലാഞ്ചലിൻ്റെ അച്ഛൻ ഇവിടെ SBI ഓഫീസറായിരുന്നു എറണാകുളത്ത്. അങ്ങനെയാണ് എൻ്റെ അടുത്ത് വരുന്നത്, ചികിത്സയ്ക്ക് വരുന്നത്. ചികിത്സ കഴിഞ്ഞ് പോകുന്ന സമയത്ത് ഞങ്ങൾ അവനോട് ചോദിച്ചു, നിനക്ക് ഭാവിയിൽ എന്താകാൻ ആഗ്രഹം എന്ന് വെച്ചു. അപ്പം പറയും, എനിക്കൊരു ഡോക്ടറാണ്. പിന്നെ അവൻ്റെ ചികിത്സ കഴിഞ്ഞു, അച്ഛൻ ഇവിടുന്ന് ട്രാൻസ്ഫറായി തിരിച്ചു പോകുന്നു. അവൻ ആസാമിൽ എൻട്രൻസ് എഴുതി, അവൻ്റെ MBBS കഴിഞ്ഞു. ഇന്നലെ എനിക്ക് തന്ന മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ, അവൻ കഴിഞ്ഞ നീറ്റ് PG എഴുതിയപ്പം അവന് വേണ്ടത് MD റേഡിയോ ഡയഗ്നോസാണ്. പക്ഷെ അവനെ കിട്ടുന്നില്ല. പക്ഷെ അവന് അടുത്തൊരു സ്ഥലത്ത് അവന് ഡിപ്ലോമ ഇൻ മെഡിക്കൽ റേഡിയോ ഡയഗ്നോസിൻ്റെ സീറ്റ് കിട്ടും. ആ സീറ്റ് ഞാൻ എടുത്തിട്ട് 2 വർഷം കഴിഞ്ഞ് ഞാൻ MDക്ക് പോകണോ, അതോ ഞാൻ 1 വർഷം കളഞ്ഞ് ഒന്നും കൂടെ പരീക്ഷ എഴുതി MDക്ക് പോകണമെന്നുള്ളത്. അവനിപ്പോൾ ഒറ്റ വാചകം എൻ്റെ അടുത്ത് പറയുന്നത് അറിയാമോ? ഡോക്ടർ പറയുന്ന ഉത്തരമാണ് എൻ്റെ ജീവിതം. അത് എന്ത് പറഞ്ഞാലും ഞാൻ അനുസരിക്കും. അപ്പോൾ ഞാൻ അവിടെ പറഞ്ഞു, ഉപദേശം കൊടുത്തു. കേട്ടുതരണം പറഞ്ഞു, എനിക്കിനി ആരും പറയുന്നത് കേൾക്കണ്ട, ഞാൻ 1 വർഷം കൂടെ ഡോക്ടർ പറഞ്ഞ പോലെ ഞാൻ കളയാൻ തീരുമാനിച്ചു. ഐ ആം ഗോയിങ് ടു പ്രിപ്പയർ ഫോർ മൈ MD മെഡിസിൻ. അതായത് അത്രമാത്രം നമ്മുടെ മനസ്സിലേക്ക് കടന്നു വന്ന് ഇഴുകിച്ചേർന്ന് നമ്മുടെ ജീവിതമായിട്ട് പങ്കുവയ്ക്കുന്ന അല്ലെങ്കിൽ അതിന് ധാരാളം ആൾക്കാരുണ്ട്. അതിൽ ഒറ്റ ജീവിതം മതി നമ്മുടെ ലൈഫ് ഈസ് കംപ്ലീറ്റ്, ലൈഫ് ഈസ് സക്സസ്ഫുൾ തോന്നാനായിട്ട്. തീർച്ചയായിട്ടും സാറിനെ പോലെ ഇത്രയധികം അനുഭവങ്ങൾ ഉണ്ടാകുന്ന ഒരാൾ നമ്മുടെ മുന്നിലിരിക്കുമ്പോൾ ഓഡിയൻസിലിരിക്കുന്ന നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു ചോദ്യം സാറിനോട് നേരിട്ട് ചോദിക്കണമെന്നുള്ള ആഗ്രഹം ഉണ്ടാവാം. സാർ, എൻ്റെ പേര് ലിവ്യ. ഞാൻ പഠിക്കുന്നത് ദോപ്പ ഇൻ്റഗ്രേറ്റഡ് സ്കൂൾ ഐക്കരപ്പടിയിലാണ്. ഫസ്റ്റ് ഇയർ സ്റ്റുഡൻ്റ് ആണ്. സാർ, എനിക്ക് സാറിനോട് ചോദിക്കാനുള്ളത്, സാർ ഇപ്പോൾ ഡെയിലി ലൈഫിൽ കുറേ ക്യാൻസർ പേഷ്യൻസിനെ കാണുന്നതാണ്. അതുപോലെ തന്നെ അത്യാവശ്യം സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ലൈഫാണ്. കുറേ നെഗറ്റിവിറ്റിയും കുറച്ച് നമുക്ക് ഈ സങ്കടങ്ങളും കാര്യങ്ങളൊക്കെ വരുന്ന സംഭവമാണ്. അതുപോലെ തന്നെ അത്യാവശ്യം സ്ട്രെസ്സും ടെൻഷനും ഒക്കെ ഉള്ളതാണ്. സാധാരണ ഒരു മനുഷ്യൻ ആളുടെ ഈ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ നമ്മളുടെ പേഴ്സണൽ ലൈഫ് അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി കംഫർട്ട് സോണിലൊക്കെയാണ് തീർക്കാറ്. അപ്പോൾ സാറിൻ്റെ ഈ ഒരു പേഴ്സണൽ ലൈഫും ഈ പ്രൊഫഷണൽ ലൈഫും കൂടി എങ്ങനെയാണ് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നത്? നല്ല ചോദ്യമാണ്. പക്ഷെ മോളോട് ഞാൻ തിരിച്ച് ചോദിക്കാം. മോള് ഞാൻ പറഞ്ഞു, ഡോക്ടർ സിനിമ കാണാറുണ്ടോ ഞാൻ ചോദിക്കുക. ഡോക്ടർ സിനിമ കാണാറുണ്ടോ? ഡോക്ടർ എന്തെങ്കിലും ഈ മേഖല അല്ലാതെ വേറെ എന്തെങ്കിലും ചെയ്യാറുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ മിക്കവാറും എല്ലാ സിനിമയും തിയേറ്ററിൽ പോയി കാണുന്ന വ്യക്തിയാണ്. എനിക്ക് സമയം കിട്ടാറുണ്ട്. ഞാൻ മിക്കവാറും എല്ലാ കളികളും, എനിക്ക് ഇഷ്ടപ്പെട്ട കളികൾ, ടെന്നീസും ഫുട്ബോളൊക്കെ ആണെങ്കിൽ ഞാൻ എല്ലാം കാണാറുണ്ട്. എനിക്ക് സമയം കിട്ടാറുണ്ട്. മനസ്സിലായില്ലേ? അപ്പം നമുക്ക് ഈ മേഖലയിൽ ഞാൻ ഭയങ്കര ബിസിയായി, അതുകൊണ്ട് എനിക്ക് മറ്റൊന്നിനും സമയമില്ല എന്ന് പറഞ്ഞാൽ അർത്ഥമൊന്നുമില്ല. കാരണം എനിക്ക് 24 മണിക്കൂറേ ഉള്ളൂ.
മോൾക്കും 24 മണിക്കൂറേ ഉള്ളൂ, മോദിജിക്ക് 24 മണിക്കൂറേ ഉള്ളൂ, പിണറായി വിജയന് 24 മണിക്കൂറേ ഉള്ളൂ. ഒരാൾക്ക് പോലും 1 മിനിറ്റ് പോലും എക്സ്ട്രാ ഇല്ല. പക്ഷേ നമ്മൾ ചെയ്യുന്ന മേഖല, നമ്മൾ പ്രവർത്തിക്കുന്ന മേഖല, നമുക്ക് ഇഷ്ടപ്പെടുന്ന മേഖല, യുവർ ചോയ്സ്, ദാറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അതുകൊണ്ട് സമയം നമുക്ക് ലാഭം കിട്ടും. പിന്നെ മറ്റൊരു ചോദ്യമുള്ളത് വളരെ പ്രസക്തമാണ്. ഇങ്ങനെയൊക്കെ ധാരാളം പ്രശ്നങ്ങൾ മുമ്പിൽ കൂടെ കടന്നു പോകുമ്പം വോണ്ട് ഇറ്റ് അഫക്റ്റ് യുവർ ഹെൽത്ത് എന്ന് ചോദിക്കും അല്ലേ? ഒരു വളരെ റിലവൻറ്റ് ക്വസ്റ്റ്യൻ ആണത്. നമ്മൾ MBBS കഴിഞ്ഞ്, ഇവരൊക്കെ ഉണ്ട് MBBS കഴിഞ്ഞ് MD കഴിഞ്ഞ് DM ഒക്കെ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ വിചാരിക്കുന്ന പോലെ എല്ലാം നടക്കും. അതായത് ഞാനൊരു പേഷ്യൻറ്റ് രക്ഷപ്പെടുന്നു വിചാരിച്ചാൽ ആ പേഷ്യൻറ്റ് രക്ഷപ്പെടും, ഈ പേഷ്യൻറ്റിനെ എനിക്ക് രക്ഷപ്പെടുത്താൻ സാധിക്കും, മറ്റേ പേഷ്യൻറ്റ് അതുപോലെ മരിച്ചു പോകും എന്നൊക്കെ നമുക്ക് മനസ്സിൽ തോന്നുക. കാര്യം ഇതൊക്കെ നമ്മൾ വിചാരിക്കുന്നത് ഇതൊക്കെ എൻ്റെ കൈ കൂടെ പോകുന്നുള്ളതാണ്. പക്ഷെ ഒരു 1-2 മാസം കൊണ്ട് നമ്മളൊരു കാര്യം മനസ്സിലാക്കും. ഞാൻ രക്ഷപ്പെടുമെന്ന് പറഞ്ഞ രോഗി ചിലപ്പോൾ രക്ഷപ്പെടില്ല. ഞാൻ ഒരിക്കലും രക്ഷപ്പെടില്ല എന്ന് പറഞ്ഞ രോഗി ചിലപ്പം 1 മാസം 2 മാസം കഴിഞ്ഞ് നമ്മളെ കാണാൻ തിരികെ വരും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന സത്യം എന്താണെന്ന് വെച്ചാൽ പഠിച്ച ഒരു ശാസ്ത്രം വേണ്ട വിധത്തിൽ പ്രയോഗിക്കാൻ ശ്രമിക്കുമെന്നതിൻ്റെ അപ്പുറം നമുക്ക് അമാനുഷ്യമായിട്ടുള്ള ഒരു കഴിവുമില്ല തിരിച്ചറിയുന്ന നിമിഷമുണ്ട്. ആ തിരിച്ചറിവാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. യു ബിക്കം എ ബാലൻസ് പേഴ്സൺ. അതായത് ഒരു രോഗി രക്ഷപ്പെടുമ്പോൾ അത് 100% എൻ്റെ പ്രയത്നം, അല്ലെങ്കിൽ ഞാനാണ് ദ ക്രെഡിറ്റ്, അല്ലെങ്കിൽ ഒരു രോഗി രക്ഷപ്പെടുമ്പോൾ അത് എൻ്റെ കുറ്റം, അത് നമ്മുടെ മനസ്സിൽ നിന്ന് മാറും. ഓരോ രോഗി മരിക്കുമ്പോഴും ദാറ്റ് വിൽ ടച്ച് യു, ദാറ്റ് വിൽ അഫക്റ്റ് യു. പക്ഷെ നമ്മുടെ മുമ്പിൽ മറ്റൊരു ചിത്രം വരും. നാളെ രാവിലെ ഒരു 100 പേരെങ്കിലും എൻ്റെ കയ്യിൽ നിന്നും ജീവൻ തിരികെ വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെന്ന ചിന്തയുണ്ടല്ലോ, ദാറ്റ് കീപ് യു ഗോയിങ്. അപ്പോൾ നമ്മളെപ്പോഴും വിൽക്കുമ്പോൾ വെരി ബാലൻസ് പേഴ്സൺ. അതായത് നമുക്ക് അധികം സന്തോഷിക്കാനോ അധികം ദുഃഖിക്കാനോ ഉള്ള മനസ്സിൽ നമ്മൾ മാറി യു ബിക്കം എ മെച്വർ. പക്വത വന്നൊരു ഡോക്ടർ എന്ന് പറയില്ലേ, അത് വരണമെങ്കിൽ താടിയൊക്കെ നിറച്ച് ഇതുപോലെ മുടിയൊക്കെ നിറച്ച് വരുന്ന സമയമാകുമ്പോഴത്തേക്കും യു ബിക്കം എ ബാലൻസ്ഡ് മെച്വർ ഡോക്ടർ. ദാറ്റ്സ് എ പ്രോസസ്സാണ്. നമ്മളിങ്ങനെ വലുതായി വരുന്നതോടുള്ള പ്രോസസ്സാണ്. പക്ഷേ ഇതൊന്നുമില്ല, നമ്മൾ വിൽ ബി ഹാപ്പി. അതായത് നമുക്ക് ഞാൻ പോലെ ഒരാളെ രക്ഷപ്പെടുത്താൻ സാധിച്ചാൽ ദാറ്റ് ബിലോങ്ങിനെസ് ഈസ് ഫോർ യു. അപ്പോൾ അതാണ് നമ്മളെ എപ്പോഴും മുന്നോട്ട് നയിക്കും. ഹലോ സർ, എൻ്റെ പേര് മിൻഹ. ഞാൻ ഡോക്ടർ ആൽപ്സ് അക്കാഡമിയിൽ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾ ഓങ്കോളജി ഡിപ്പാർട്ട്മെൻറ്റിലല്ലേ? അപ്പോൾ നമ്മൾ ഈ ക്യാൻസർ എന്ന് പറയുന്ന കേട്ടാൽ തന്നെ നമുക്ക് എല്ലാവർക്കും സങ്കടം വരുന്ന ഒരു കാര്യമാണ്. എപ്പോഴും ആ ഒരു അസുഖത്തിനെ പറ്റി കേൾക്കുമ്പോൾ തന്നെ മനസ്സിൽ വല്ലാത്ത വിങ്ങല. അപ്പോൾ ഈ ചെറിയ കുട്ടിയൊക്കെ ക്യാൻസർ, അത് നമുക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ കഴിയാത്ത കാര്യമാണ്. അപ്പോൾ ആ സിറ്റുവേഷൻ നിങ്ങൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യല്? 2 കാര്യം. ഒന്ന്, ക്യാൻസറിനെ കേൾക്കുമ്പോൾ പേടിക്കുകയോ കരയോ ഒന്നും അല്ല വേണ്ടത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ജസ്റ്റ് ലൈക്ക് എനി അതർ ഡിസീസ്, മറ്റെല്ലാ അസുഖങ്ങളും പോലെ ഒരു അസുഖം നമുക്ക് തടയാൻ സാധിക്കുന്നതാണ്, കണ്ടുപിടിക്കാൻ സാധിക്കുന്നതാണ്, രക്ഷപ്പെടുത്താൻ സാധിക്കുന്നതാണ്. സോ ജസ്റ്റ് ലൈക്ക് എനി അതർ ഡിസീസ്. ആ ഭീതി മാറാൻ ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം. നമ്മൾ ഹാർട്ട് അറ്റാക്ക് പറയും, ഹൃദയാഘാതമല്ലേ? ഹൃദയാഘാതം മൂലം മരിക്കുന്നവർ, അതായത് ഒരു 50% ആൾക്കാരും ഒരു ആശുപത്രിയിൽ എത്താൻ സാധിക്കുന്നില്ല, അതിന് മുമ്പ് മരിക്കുകയാണ്. ഇത് ഇന്ത്യയിലെ കണക്കല്ല, ഏറ്റവും വികസിത രാജ്യങ്ങളുടെ കണക്കാണ്. പക്ഷെ നമ്മൾ വിചാരിക്കുന്നത് പ്രശ്നമില്ല, ഹാർട്ട് അറ്റാക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. എന്താ ക്യാൻസർ അങ്ങനെയല്ല. ക്യാൻസർ നമുക്ക് ഒരു രോഗി അങ്ങനെ മരിക്കുന്നില്ല. 2ാം ഭാഗം, ക്യാൻസർ ചികിത്സ കഴിഞ്ഞ് പുറത്ത് വരുന്ന ഒരു രോഗിയുണ്ടല്ലോ, ആ രോഗി പിന്നെ ഒരു മരുന്ന് കഴിക്കുന്നില്ല. ഈസ് ലീഡിങ് എ നോർമൽ ലൈഫ്, ബാക്ക് ടു സ്ക്വയർ വൺ, ലീഡിങ് എ നോർമൽ ലൈഫ്. മറ്റ് പല മേഖലകളും അങ്ങനെയല്ല. ഒരു ഹാർട്ട് പേഷ്യൻറ്റിനെ മരുന്ന് കഴിച്ചുകൊണ്ടേ ഇരിക്കേണ്ടി വരും, ഒരു നെഫ്രോളജി പേഷ്യൻറ്റിന് മരുന്ന് കഴിച്ചുകൊണ്ടേ ഇരിക്കേണ്ടി വരും. സോ ദർ ഓൺ കണ്ടിന്യൂസ് ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ക്യാൻസർ ഈസ് എ ബെറ്റർ ഡിസീസ് കേട്ടോ. അത് പേടിക്കുകയല്ല വേണ്ടത്. കുട്ടികളിൽ വരുന്ന ക്യാൻസറിൻ്റെ 2 കാര്യം മനസ്സിലാക്കേണ്ടത്, വെരി ഹൈ ക്യൂർ റേറ്റ്. ഒരു 80% കുട്ടികളെ നമുക്ക് രക്ഷപ്പെടുത്തി വിടാൻ സാധിക്കും, ക്യാൻ കം ബാക്ക് ടു നോർമൽ. പിന്നെ കുട്ടികളെ ചികിത്സിക്കാനാണ് ഏറ്റവും എളുപ്പവും. അവർ എന്ത് പറഞ്ഞാലും നമ്മളുമായിട്ടൊരു റാപ്പോ എന്ന് പറയും, നമ്മളായിട്ട് ബന്ധം സ്ഥാപിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്ത് പറഞ്ഞാലും അവർ കേൾക്കും. അവരെ അച്ഛനമ്മമാർ പറഞ്ഞാൽ പോലും കേൾക്കില്ല. അവർ നമ്മളോട് വന്ന് പറയും, ഡോക്ടർ പറഞ്ഞാൽ കേൾക്കും. ആൻഡ് യു ബിക്കം സോ മച്ച് അറ്റാച്ച്ഡ് വിത്ത് ദം. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് അവരെ ചികിത്സിക്കാനും എളുപ്പമാണ്. പിന്നെ നമുക്ക് അവർ നഷ്ടപ്പെട്ടു പോകുമ്പോഴത്തെ വേദന തീർച്ചയായിട്ടും ഉണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല, തീർച്ചയായിട്ടും ഉണ്ട്. അത് നമുക്ക് അവരുടെ പാരൻസിനുള്ള പോലെ തന്നെ വേദന നമുക്കുണ്ട്. പക്ഷെ നമ്മളത് എപ്പോഴും എടുക്കുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇറ്റ്സ് ഇൻഇവിറ്റബിൾ. നമുക്ക് നമ്മളെ വി ട്രൈഡ് അവർ ബെസ്റ്റ് ടു ബ്രിങ് ഔട്ട്. ആ ഒരു ദുഃഖം നമ്മുടെ മനസ്സിൽ ഒരു ദിവസം ഉണ്ടാവും. അതിൻ്റെ അർത്ഥം ഞാൻ എൻ്റെ ഹൃദയം കല്ലായി മാറിക്കൊണ്ടിരിക്കുക എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത്. പക്ഷേ അടുത്ത ദിവസം വരുന്ന ഒരു 4 കുട്ടികളെ ഞാൻ രക്ഷപ്പെടുത്തി വിടുമ്പോൾ ഐ ഫീൽ ദാറ്റ് മൈ ജോബ് ഇസ് ഡൺ. അതുകൊണ്ടാണ് പറയുന്നത്, ഒരു ബാലൻസ് തോട്ട് പ്രോസസ്സിൽ നമ്മൾ പോകുന്നു പറയാനുള്ള കാരണം അതുകൊണ്ടാണ്. പക്ഷേ നിങ്ങൾ ആരോഗ്യ മേഖലയുടെ ഭാഗമാകാനായിട്ട് ഡോക്ടർ ആവണമെന്നില്ല, ഡോക്ടർ തന്നെ ആയിക്കൊള്ളുന്നില്ല. നേഴ്സിംഗ് ജോബ് ഈക്വലി ഗുഡ് ഓർ ഈവൻ മച്ച് മോർ ഐ മീൻ നമ്മൾ പറയുകയാണെങ്കിൽ ഹയർ ലെവൽ ഓഫ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ പറയാം. ടെക്നീഷ്യൻസ് എല്ലാം ഒരു ടീമാണ്. നിങ്ങളിതിൽ ഒന്നിനും ഇല്ലെങ്കിലും
യു ക്യാൻ ബി പാർട്ട് ഓഫ് എൻ ഓങ്കോളജി ടീം. ക്യാൻസറിൻ്റെ ചികിത്സയുടെ ഭാഗമായിട്ട് കാണപ്പോകാൻ സാധിക്കും. എങ്ങനെ അറിയോ? നിങ്ങൾ ഏതെങ്കിലും ആശുപത്രിയിൽ കിടക്കുന്ന ഒരു രോഗിക്ക് ഒരു നേരത്തെ ആഹാരം കൊണ്ട് കൊടുത്താലോ, അല്ലെങ്കിൽ ഒരു രോഗി ഇപ്പം കോഴിക്കോട് മെഡിക്കൽ കോളേജ് രോഗിക്ക് റെയിൽവേ സ്റ്റേഷനിൽ എത്തണം, നിങ്ങളുടെ വണ്ടിയിലൊന്ന് കൊണ്ടുപോയി അവിടെ കൊണ്ട് വിട്ടാലോ, കുറച്ച് സമയം അവരുടെ കൂടെ പോയി സംസാരിച്ചാലോ ഒക്കെ നിങ്ങൾ കൊടുക്കുന്നൊരു സാന്ത്വനമുണ്ട്. ആ സാന്ത്വനം മേക്ക് യു പാർട്ട് ഓഫ് ദി ഓങ്കോളജി ടീം. അതുകൊണ്ട് നിങ്ങളുടെ മാതാപിതാക്കൾക്ക് ഇതിൽ ഭാഗമാകാം, കുട്ടികൾക്കും ഭാഗമാകാം, എല്ലാവർക്കും പോകാം. അതുകൊണ്ട് നമ്മുടെ മനസ്സാണ് ഏറ്റവും പ്രധാനം. നമ്മുടെ മനസ്സിൽ നമുക്ക് എന്തെങ്കിലും നമുക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നമുക്ക് ധാരാളം അവസരങ്ങളുണ്ട്. ആ അവസരങ്ങൾ ഉപയോഗിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഐ എം ടേക്കിംഗ് ലീവ്. താങ്ക് യു.